അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. പെഞ്ഞൈബക്ക് ഖർച്ചാക്കട എന്നുള്ളത്, അങ്ക് ചെലവ് കൊടുക്കട എന്നുള്ളത്, അങ്ക് ഡ്രസ്സ് കൊടുക്കട എന്നുള്ളത്, അങ്ക് ഫുഡ് കൊടുക്കട എന്നുള്ളത്, വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കട എന്നുള്ളത് അള്ളാഹുക ചെയ്ത ഇബാദത്ത്, അതൊക്കെ പ്രതിഫലമുള്ള കാര്യ നെയ്യത്തിനല്ലാക്കെങ്കിൽ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളെ കരസ്ഥമാക്കുക എന്ന ആ ഒരു ബാബായിട്ട് ഞങ്ങൾ കഴിഞ്ഞതിൽ അത് സംബന്ധപ്പെട്ട ആയത്തുകൾ ഓതി വെച്ചത്. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്നാമത്തെ ഹദീസായിട്ട് എന്റെ വിവരിക്കോപ്പുണ്ടത്. അപ്പൊ പിന്നെ മക്ക് ഖർച്ചാക്കടയ്ക്കത്തെ പൈസ അത് സ്വതക്കട കൂട്ടത്തിലുണ്ടോ, അതൊക്കെ കൂലിയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് എന്തൊരു ചൊല്ലുണ്ട് നോക്കണം. ഹദീസ് നമ്പർ 281. വൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുണ്ട്, ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന് വേനായി ഖർച്ചാക്കിയത്തെ ഒരു ദീനാർ. വദീനാറുൻ അൻഫഖതഹു ഫീ റഖബത്തിൻ, ഒരു അടിമയുടെ അടിമത്തറത്തിൽ നിന്ന് മോചനാക്കുവാനായി ഖർച്ചാക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീൻ, ഒരു മിസ്കീനക്ക് സദഖ കൊടുത്ത നീ ദീനാർ. വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക്, ഒരു ദീനാർ നിന്റെ പെഞ്ഞൈമക്ക് നീ ഖർച്ചാക്കിയത്. അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക്, ഈ ചൊന്ന ദീനാറുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലത്താൽ ഏറ്റവും വലിയതേതെന്ന് കേട്ടെങ്കിൽ നിന്റെ പെഞ്ഞൈമക്ക് ഖർച്ചാക്കിയത്. റവാഹു മുസ്ലിം. എന്തായിട്ട് ചെന്നത് അല്ലെ? അള്ളാഹുടെ ദീനക പേനായി ഖർച്ചാക്കിയത്, ഒരടിമയുടെ മോചനാക്കോ ഖർച്ചാക്കിയത്, സദക്ക കൊടുക്കോ ഒരു മിസ്കീനക്ക് സദക്ക കൊടുത്തത്, പെഞ്ഞൈമക്ക് ഖർച്ചാക്കിയത്. ഈ 4 ദീനാറ് ചെന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അജ്റാൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് ഏതിൻ്റെ? പെഞ്ഞൈമക്ക് ഖർച്ചാക്കിയത് എന്നുള്ളത്. അപ്പോൾ മിസ്കീന്, ഫക്കീർമാർ, പാവപ്പെട്ട ആൾക്കാർ ഇങ്ക് ഖർച്ചാക്കിനെതിരേക്കാ അതിൽ അങ്ങ് കൊടുക്കണ്ട ചൊല്ലല്ല, ഒക്കെ കൊടുക്കണം. ആ കൊടുക്കുന്നതിന് കൂട്ടത്തിൽ അതൊക്കെ സ്വതക്കാന്റെ ഭാഗമായിട്ടിക്കണം. ഏതായാലും ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നതിന് നിന്റെ പെഞ്ഞൈമക്ക് ഖർച്ചാക്കിയത്. അപ്പൊ മക്കൾക്ക് മറന്തെടുത്ത് കൊടുത്തതാവട്ടെ, പെഞ്ഞൈമക്ക് മറന്തെടുത്ത് കൊടുത്തതാവട്ടെ, അങ്ക് വസ്ത്രം വാങ്ങി കൊടുത്തതാവട്ടെ, അങ്ക് ഡ്രസ്സ് കൊടുത്തതാവട്ടെ, ഒക്കെ അള്ളാഹുടെ ദീനുക്ക് അള്ളാഹുടെ ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചാൽ കണ്ടെങ്കിൽ അതൊക്കെ സ്വതക്കര കൂട്ടത്തിലാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ചെന്ന് ഇതിൽ പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഏത്? നീയത്ത. ഇവിടെ നീയത്തായിട്ട് നമുക്ക് വേണ്ടത്. ഇത് അള്ളാഹു കൽപ്പിച്ചത് അള്ളാഹുടെ പൊരുത്തത്ത് അള്ളാഹുടെ തൃപ്തി കൊണ്ട് വേണ്ടി ചെയ്യണം. സെയിം ഇതേപോലെ തന്നെ ഒരു ഹദീസ് നമുക്ക് 290. വൻ അബി അബ്ദുല്ലാ വയുഖാലു അബു അബ്ദുറഹ്മാൻ, അബു അബ്ദുള്ള എന്ന ആളായിട്ട് അബു അബ്ദുറഹ്മാൻ ഉണ്ട്, അയാൾക്ക് പേരുണ്ട്. സൗബാൻ ഇബ്നു യുജ്ദദ് മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനാക്കിയ അടിമകായിട്ട് മൗലാൻ ചൊല്ലേ. അതിൽപ്പെട്ട ആളായിട്ട് അയാൾ ചൊല്ല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുലു, ഒരു മനുഷ്യൻ ചെലവാക്കട ദീനാർ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ദീനാറു യുൻഫിഖു അലാ ഇയാലി, അവന്റെ പെഞ്ഞയും മക്കൾ ചെലവാക്കട ദീനാറായിട്ട്. വദീനാറുൻ യുൻഫിഖു അലാ ദാബത്തി ഫീ സബീലില്ലാഹ്, പിന്നീട് ദീനാറ് ഏത് കണ്ടെങ്കിൽ അള്ളാഹുടെ ദീനിക പേനായി അവൻ്റെ ഒരു ദാബത്തിനെ അതിന് ബലത്തുക്ക് പേനായിട്ട് ചെലവാക്കൽ ദീനാർ. പണ്ട് യുദ്ധങ്ങൾ നടന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ യുദ്ധം എന്നുള്ളത് ആവശ്യത്തെ സമയത്തനുസരിച്ച് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ അത് സന്ദർഭത്തനുസരിച്ച് ചെയ്യേണ്ട ഒന്നായിട്ട്. അതിന് ഒരു രാഷ്ട്രം വേണം. അതായത് ഒരു മനുഷ്യന്മാർ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് നില വേണം. ആ രാഷ്ട്രത്തെ പിന്നൊരാൾ ആക്രമിക്കുമ്പോഴത്തേക്കും അവിടെ യുദ്ധം ചെയ്യേണ്ടി വേണം. അത് രാഷ്ട്രത്തിന് നിലനിൽപ്പ്. അത് ഇസ്ലാം മാത്രമല്ല, മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലാത്തവൻ ചെയ്തായിട്ട് ബ്രിട്ടീഷുകാരുടെ വന്നപ്പോൾ അങ്കെതിരെ പോരാടേണ്ടി വന്നു. എന്നാൽ ഞങ്ങളുടെ റായത്തെ നില ഞങ്ങൾക്ക് വേണം. അപ്പൊ അങ്ങനെ ദീനക പേനായി അത് അള്ളാഹുടെ ദീനക പേനായി ചെയ്ത് യുദ്ധം തന്നെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ ദീൻ ആ ആവശ്യത്തിന് പേനായി ഒരാൾ വണ്ടിടമോ ഒരു കുതിരടമോ ബലത്തമോ അവൻ ചെലവാക്കടതായ ദീനാറും ചെന്നത്. ദീനാറും യുൻഫിഖു അലാ അസ്ഹാബിഹി ഫീ സബീലില്ലാഹ്, അവന്റെ കൂട്ടുകാർക്ക് അവൻ ചെലവാക്കടതായ ദീനാർ അള്ളാഹുടെ സബീലിലായിട്ട്, അള്ളാഹുടെ തൃപ്തിയിലായി, അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ അവന്റെ സ്നേഹിതന്മാർക്ക് ആവശ്യത്തിന് വേണമായിട്ട് ചെലവാക്കുന്നത്. അപ്പോൾ
അവന്റെ പെഞ്ഞൈമക്കൾ തെളിവാക്കരുത്. അതിനെ സംബന്ധിച്ചായിട്ട് തുടക്കത്തിൽ തന്നെ ഏത് ഏറ്റവും ശ്രേഷ്ഠമായ ദീനാർ എന്ന് റവാഹു മുസ്ലിം. അപ്പോ ഇതൊക്കെ പ്രതിഫലമുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യമായിട്ട് തന്നെ അവിടെ എണ്ണിയത് പെഞ്ഞൈമക്കൾ ಖರ್ಚು കൊടുക്കണേ, അതൊക്കെ പെനായി ചെലവാക്കരുത്. അതൊക്കെ തവാബ് കിട്ടുക പ്രതിഫലമുള്ള കാര്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. നിയ്യത്ത് നല്ലാക്കുക എന്നതായിട്ട് പ്രധാനമായിട്ടും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, മറ്റുള്ള ആൾമാർക്ക് ഇത് കടത്തി കൊടുക്കുക, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.